സിനിമാവിശേഷങ്ങളും ജീവിത വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു നമുക്കേറെ പ്രിയപ്പെട്ട കുഞ്ചൻ ചേട്ടൻ. നമസ്കാരം കുഞ്ചൻ ചേട്ടാ. നമസ്കാരം. ലൈഫ് ഈസ് എ ജേണി എന്ന് പറയും. ജീവിതം ഒരു യാത്രയാണ്. കുഞ്ചൻ ചേട്ടൻ്റെ ജീവിതത്തിൽ ഒരു ഹാപ്പി ജേണി ആക്കുന്നത് എന്തൊക്കെയാണ്? ജീവിതത്തിൽ ഒരുപാടുണ്ട്. തുടക്കം മുതൽ ഇത്തിരി സങ്കടമായിരുന്നെങ്കിലും പിന്നെ സന്തോഷമുള്ള യാത്രയാണ്. സിനിമയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അതൊരു 60s അവസാനം 70s ആരംഭം ആണല്ലോ. ഒരുപക്ഷെ ഇന്ന് ഇൻഡസ്ട്രിയിലുള്ള അധികം ആളുകൾക്ക് അവകാശപ്പെടാനില്ലാത്തൊരു അതുല്യമായ ചില നേട്ടങ്ങളുണ്ട് കുഞ്ചൻ ചേട്ടന്. അല്ലെങ്കിൽ അപൂർവം ആളുകളെ സമകാലികരായിട്ട് എത്തിയിട്ടുള്ളൂ. 55ഓളം വർഷം 750-ലേറെ സിനിമകൾ എന്ന് പറയുമ്പോൾ അതൊരു വലിയ നേട്ടമാണ്. തീർച്ചയായിട്ടും അല്ലേ? എങ്ങനെയാണ് ആ ഒരു ജീവിതത്തിൽ അത്തരത്തിൽ അച്ചീവ്മെന്റ്സിന് ഈ അവസരത്തിൽ ഓർക്കുന്നത്? അതൊരു ഞാൻ പറഞ്ഞ നമ്മുടെ പരിശ്രമം, പിന്നെ ദൈവഭാഗ്യം, പിന്നെ നമ്മൾ ബിഹേവിയർ എന്നൊരു വലിയ നമ്മുടെ പെരുമാറ്റം, ഒരു മനുഷ്യരോട് എങ്ങനെ പെരുമാറണം, സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നൊക്കെ നമ്മളറിയണം. നമ്മളെന്തോ ആയിപ്പോയെന്നൊക്കെ തോന്നുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ. നമ്മളെന്തായിരുന്നു എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിയാൽ യാതൊരു കുഴപ്പമില്ല. ദൈവം നമ്മളൊപ്പം ഉണ്ട്. ജീവിതം സുഖമായിട്ട് സന്തോഷമായിട്ട് മുന്നിലേക്ക് പോകും. അതെ, സമാധാനം ആണ്. അതാ, അതിനപ്പുറം വേറെ ഒന്നുമില്ല. കാശല്ല വലുത്, മനസ്സമാധാനം, നല്ല കുടുംബം. കുഞ്ചൻ ചേട്ടൻ്റെ സിനിമയിലും ജീവിതത്തിലും എടുത്ത് നോക്കിയാൽ ഒരു വലിയ താരപദവിയുടെ ഭാരം കുഞ്ചൻ ചേട്ടന് ഒരു കാലത്ത് ഉണ്ടായിട്ടില്ല. എന്നാൽ കൺസിസ്റ്റന്റും ആണ്. ഞാൻ ഒന്ന് സിനിമകൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 1969 ശേഷം അല്ലെങ്കിൽ 70 മുതൽ 2025 വരെ നോക്കുമ്പോൾ കുഞ്ചൻ ചേട്ടന്റെ സിനിമകൾ ഇറങ്ങാത്ത ഒരു വർഷം പോലും ഇല്ല. മറ്റു പലർക്കും സീനിയർ ആയിട്ടുള്ള പലരും ഇടയ്ക്കൊരു ബ്രേക്കൊക്കെ വന്നിട്ടുണ്ടാവും. 2024 വരെ തുടർച്ചയായിട്ടുണ്ട്. ഇപ്പൊ ഈ വർഷം പടങ്ങൾ ഇറങ്ങാനിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ നേട്ടമാണ്. ദൈവാധീനം. അതില് ഫാമിലിയുടെ ഒരു സപ്പോർട്ടും എടുത്തു പറയണം. തീർച്ചയായിട്ടും. കാരണം ബാക്കി എല്ലാ നേട്ടങ്ങളും ഉണ്ടായിട്ട് ഒരു കുടുംബജീവിതത്തിന്റെ സന്തോഷം ഇല്ലാതെ അതിലേക്ക് പോയില്ലേ. അതെ, അപ്പൊ കുടുംബത്തിന്റെ അത്ര സന്തോഷങ്ങൾ എങ്ങനെയാണ് ഈ അവസരത്തിൽ ഓർത്ത് പറയുക? കാരണം ശോഭ ചേച്ചി എന്ന് പറയുന്നത് ഞാൻ ഷീസ് എ ബ്യൂട്ടീഷ്യനാണ്. അതെ. അപ്പം ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ എൻ്റെ ചേട്ടൻ്റെ മകളാണ് ഈ ശോഭ ചേച്ചിയുടെ കല്യാണം കൂട്ടുന്നത്. അപ്പോൾ ഈ ബ്യൂട്ടീഷ്യൻ എന്ന് പറയുമ്പോൾ ഞാൻ ഈ ലിപ്സ്റ്റിക്കൊക്കെ തേച്ചൊരുമാതിരി ഹൈൽ ഷൂ ഒക്കെ ഇട്ട് ഞാനത് പാർലറിൽ ചെന്നപ്പം ഒരു സാധാരണ പെൺകുട്ടി ഞാൻ കണ്ടിട്ട് ഏകദേശമൊക്കെ ഉറപ്പിച്ച് വരുമ്പോഴത്തേക്കും എൻ്റെ ഒരു പടം നായകൻ എന്ന് പറയുന്നൊരു പടം, ഞാൻ അതിനകത്തൊരു ക്യാമറ ആർട്ടിസ്റ്റാണ്. ഇതിൻ്റെ ഒരു കട്ടൗട്ടർ ഉണ്ടെന്ന് ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ രാത്രി ഞാൻ അവനോട് ചെന്നിട്ട് ഈ കട്ടൗട്ടറൊക്കെ എടുത്ത് പൊക്കി കടലിൽ കൊണ്ട് കളഞ്ഞു. കാരണം ഈ ചെറുക്കനെയാണോ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നത് പറഞ്ഞാൽ മോശമല്ലേ. സാധാരണ കുടുംബത്തിലൊരു കുട്ടിയാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ മമ്മൂട്ടിയോ മോഹൻലാലോ ഒന്നുമല്ല, ഞാനൊരു സാധാരണ കുഞ്ചൻ. ചിലപ്പോൾ പിന്നെ ബിരിയാണി ആയിരിക്കും, ചിലപ്പോൾ കഞ്ഞി ആയിരിക്കും, ഇതിലൊക്കെ പങ്കുകൊള്ളാൻ പറ്റിയ ഒരു കുട്ടിയാണ് എനിക്ക് ആവശ്യം. പിന്നെ ഞാൻ പോകുന്ന സിനിമക്കാരുടെ കാശ് കൊണ്ടാണ് ഫ്ലൈറ്റിൽ പോകുന്ന കാര്യങ്ങളൊക്കെ. അവരെടുത്ത് തന്നാൽ പോയില്ല, ഞാൻ 3rd ക്ലാസ് ട്രെയിനേ പോകുള്ളൂ. ഇതാണ് എൻ്റെ ജീവിതം. അതിൽ പങ്കുകൊള്ളാൻ പറ്റിയ ഒരു കുട്ടിയാണെങ്കിൽ എനിക്കിഷ്ടമാണ്. അപ്പോൾ ആ കുട്ടി പറയും എങ്ങനെയാണെങ്കിൽ കുറച്ച് ദിവസം എനിക്ക് വേണം. ഞാൻ അയ്യോ കുറച്ചല്ല, എത്ര മാസം വേണമെങ്കിൽ എടുത്തു. കാരണം അന്നൊക്കെ സിനിമാക്കാർക്ക് പെണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ 15 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞ കുട്ടി എനിക്ക് അയാളെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ മലയാള സിനിമയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ മലയാള സിനിമയ്ക്ക് ഏറ്റവും നല്ലൊരു ബേസ്മെൻറ്റ് നൽകിയിട്ടുള്ള എഴുത്തുകാർ, സംവിധായകർ, അഭിനേതാക്കൾ, സാങ്കേതിക പ്രവർത്തകർ, അവരുടെ ഒരു കാലഘട്ടത്തിൽ കുറേയധികം പ്രവർത്തിക്കാൻ പറ്റി അല്ലേ? അതൊരു വലിയ കാര്യം. അത് എന്തിന് നമ്മുടെ വാദവൻ സാർ MTയുടെ പടത്തിലൊക്കെ ഞാൻ ബന്ധനം എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് ശപ്പാട് കൊണ്ടുവരുന്നത് ഫോർട്ട് കൊച്ചിയിൽ വെച്ചായിരുന്നു ഷൂട്ടിങ്. അല്ല, കാലഘട്ടങ്ങളുടെ വ്യത്യാസം. അതായത് ആളുകൾ സന്തോഷത്തിന് നിർവചിക്കുന്നത് പലപ്പോഴും സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഏറ്റവും സൗകര്യമുണ്ടെങ്കിൽ അതിനൊത്ത സന്തോഷം എന്നാണ്. തീർച്ചയായിട്ടും. പക്ഷെ നിങ്ങളൊക്കെ ഈ അഭിനയകല അഭ്യസിച്ചു വന്നിട്ടുള്ള തുടക്കകാലത്ത് സൗകര്യം കുറവാണെങ്കിലും സന്തോഷം കണ്ടെത്തി. കൂട്ടായ്മയുണ്ട്, സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു. കാലഘട്ടങ്ങളുടെ വ്യത്യാസം. ഇപ്പോൾ ബന്ധങ്ങളില്ല, ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ തന്നെ ബന്ധങ്ങളില്ലാതെ. മകൻ ലാപ്ടോപ്പിലാണെങ്കിൽ മകള് ഇതിലായിരിക്കും, മൊബൈൽ ഫോണിലായിരിക്കും. അന്നൊരു കൂട്ടായ്മ, എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ഇപ്പം അങ്ങനെ അച്ഛൻ ഭക്ഷണം കഴിച്ചോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുള്ളൂ. അന്ന് നമ്മളെല്ലാവരും കൂടെ ഒരു ചുറ്റുവട്ടത്തിലിരുന്ന് എല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷം ഉള്ള തമാശകളൊക്കെ പറഞ്ഞ്. അല്ല, ആ കൂട്ടായ്മകളിൽ, ആ തമാശകളിൽ ഒരു പക്ഷേ ഓർത്ത് നോക്കുമ്പോൾ ഒരുപാട് മുഖങ്ങൾ വരും. ഒരുപാട് പ്രേം നസീർ സാർ മുതൽ അല്ലെ തിക്കുറിശി സാറ്, പിന്നെ എത്രയധികം ആളുകൾ സാറാണല്ലോ എനിക്ക് പേരിട്ടത്. അപ്പൊ നസീർ സാർ വകയായിട്ടുള്ള സൗഹൃദത്തിൽ അത്ര നല്ല ഓർമ്മകൾ. നല്ല ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ നസീർ സാർ എന്ന് പറഞ്ഞാൽ ഇനി അതൊക്കെ ഈ ആ ഒരു കാലഘട്ടം ഇത്രയും നല്ലൊരു മനുഷ്യൻ കണ്ടുകിട്ട് ഇനിയുള്ള തലമുറകളുടെ വ്യത്യാസം ഉണ്ടാകും. പക്ഷെ എന്നെ ഒരുപാട് സഹായിച്ചൊരു വ്യക്തിയാണ് സിനിമക്കകത്തും. ഞാൻ
സിനിമയിൽ വന്നിട്ട് പട്ടണിയും പരിപാടിയാണെങ്കിൽ ഞാൻ 5 പൈസ ആരുടെ നേരെ കൈനീട്ടിട്ടില്ല. അപ്പം ഞാനൊരു പ്രാവശ്യം ഇങ്ങനെ നസീർ സാറിനത് പറഞ്ഞു, ഇങ്ങനെ പടങ്ങളൊക്കെ കുറവാണ് പലപ്പോഴും. അപ്പം ഞാൻ ബോംബെയിൽ നിന്ന് 10-12 ബെഡ്ഷീറ്റ് ബെഡ് സ്പ്രെഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരെണ്ണം വിറ്റാൽ സാറേ എനിക്കൊരു 50 രൂപ കിട്ടും. കൊണ്ടുവരാൻ മനസ്സിലായി. ഞാൻ പിറ്റേ ദിവസം ഈ 12 ബെഡ് സ്പ്രെഡ് കൊണ്ടുവന്നു. പുള്ളി തന്നെ അതിനകങ്ങ് വർണ്ണിച്ച്, എന്ത് രസമാണ് മീന, എന്തൊരു ഭംഗിയായിരിക്കുന്നു. എല്ലാവരെയും വിളിച്ചാൽ 12 ഷീറ്റും എടുക്കും. അത് പുള്ളി പറഞ്ഞെടുക്കുക മാത്രമല്ല മറ്റെല്ലാവരും കൂടെ എടുപ്പിക്കാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്തു അല്ലേ? അന്ന് ഈ കാറിൻ്റെ ബാക്കിൽ ചില വെൽവെറ്റിൻ്റെ പില്ലോ ഇടും. പുള്ളി അതൊക്കെ അതിന് പകരം എടുത്തിട്ട് ഉള്ളായിരിക്കണല്ലേ. സന്തോഷമില്ലേ? സന്തോഷം. അന്ന് സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഈ അഭിനയത്തിലാണ് ഒരു ഫോക്കസ്. അതിനപ്പുറത്ത് മറ്റെന്തൊക്കെ ബിസിനസ് ചെയ്യാം, വേറെ എങ്ങനെയെങ്കിലുമൊക്കെ പണം ഉണ്ടാക്കാം, അങ്ങനത്തെ വലിയൊരു ചിന്തയില്ല. പിന്നെ എടുത്തു വരേണ്ട ഓർമ്മ ജയൻ സാറിൻ്റെയാണ്. ജയൻ ആയിട്ട് ഞാൻ വളരെ അടുപ്പ് വരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തെന്ന് പറയാൻ മദ്രാസിൽ ഞാൻ മാത്രം ഉണ്ടായിരുന്നില്ല. ഷൂട്ട് കഴിഞ്ഞ് നേരെ എൻ്റെ എന്താണ് ഒരു സുഹൃത്ത് ബന്ധമല്ല, ഒരു സഹോദര ബന്ധം പോലെ ആയിരുന്നു. കാരണം പുള്ളി ഞാൻ വേണം, വൈകിട്ടാകുമ്പോൾ പുള്ളി വരും, എന്നെ കൊണ്ട് പോകുമ്പോൾ ഏതെങ്കിലും നല്ല ഹോട്ടലിലൊക്കെ പോയി ഞങ്ങൾ ഭക്ഷണം കഴിക്കും. അങ്ങനെ തമാശയൊക്കെ പറയല്ലേ, എല്ലാ ശനിയും ഞായറും നല്ല നല്ല ഹോട്ടലിൽ പോയി ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു. ഒരുപാട് സുഹൃത്തുക്കളുണ്ടാകും അദ്ദേഹത്തിന്. ജീവിതം ആഘോഷിച്ചിട്ടുണ്ട്. അല്ല ശരിക്കും അയാൾ പറഞ്ഞല്ലോ, അയാൾക്ക് വേറെ പ്രാരാബ്ദമൊന്നുമില്ല, കിട്ടുന്ന കാശ് അടിച്ച് പൊളിക്കുക എന്നുള്ളതായിരുന്നു. കുഞ്ഞൻ ചേട്ടൻ്റെ സിനിമകളിൽ വളരെ എടുത്തു പറയാവുന്ന ചില കഥാപാത്രങ്ങളിൽ ഒന്ന് ഹൃദയത്തെ കൂടുതൽ സ്പർശിച്ചത് മുംബൈ പോലീസിലെയാണ്. അത് റോഷൻ ആൻഡ്രൂസ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറിന്റെ സ്കില്ലും ആ സിനിമയിൽ ഉടനീളം നമുക്ക് നോക്കിയാൽ എല്ലാ അതിന്റെ സ്ക്രിപ്റ്റ് മുതൽ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസുകളൊക്കെ വളരെ പെർഫെക്റ്റ് ആണ്. സുധാകരൻ എന്ന് പറയുന്ന ഒരു പോലീസ് കഥാപാത്രമാണല്ലോ ചെയ്തിരിക്കുന്നത്. അയാൾ വന്ന ഡയലോഗ് സത്യവാചകം ചൊല്ലാൻ ആവശ്യപ്പെട്ടാണ് പൃഥ്വിരാജിന്റെ ക്യാരക്ടർ. അപ്പോൾ അത് പറയുന്നത് തിയേറ്ററിൽ ആളുകൾ രോമാഞ്ചം കൊള്ളിച്ചിട്ടുണ്ട്, കണ്ണു നിറച്ചു. അത് നമുക്ക് കിട്ടുന്ന ഒരു സൗഭാഗ്യം, അത് ക്യാരക്ടറും ഒന്നുമില്ല. ഈ ഹോട്ടലിൽ ആയി മുണ്ട എന്ന് പറഞ്ഞ ചെറിയ സംഭവമാണ്. ആളുകളിൽ പറഞ്ഞു ഇപ്പോഴും ഞാൻ റോട്ടിലേക്ക് ഇറങ്ങുമ്പം ചെറുപ്പക്കാർ ആയി മുണ്ട കുഞ്ചന എന്നൊക്കെ പറഞ്ഞിട്ടേക്ക് പോകുന്നു. അതൊക്കെ വലിയ സൗഭാഗ്യമല്ലേ. പിന്നെ കോട്ടയം കുഞ്ചൻ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഒരു പരിഷ്കാരം. അതെ, എൻ്റെ ഏറ്റവും നല്ലൊരു ക്യാരക്ടർ ചെണ്ട, എൻ്റെ 2ാമത്തെ ചിത്രം എലത്താളം കിട്ടുവാശ. ഒടുവിൽ വരുന്ന അതിനകത്ത് ഒരു സീൻ അത് വിൻസെന്റ് സാറാണോ? വിൻസെന്റ് മാഷ് എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ വന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഇലത്തളം നല്ല വെയിറ്റ് ഉണ്ട്, അതിന് പ്രാക്ടീസ് ചെയ്യണം നന്നായി. ഷോട്ട് ഒക്കെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടി വിളിക്കും, ഞാൻ വന്നപ്പോൾ എനിക്കിത് അറിയില്ല എങ്ങനെ അത്ര ഇങ്ങനെ വരുള്ളൂ. അതൊക്കെ എത്ര വർഷത്തിൽ അതെ, അത് ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. അപ്പം ഞാൻ അന്നത്തെ സീരിയസ്നെസ് എനിക്കറിയാം. ഞാൻ വന്നത് സാറേ എനിക്ക് ശരിയാകുന്നില്ല, സാറൊന്ന് കാണിച്ചാന്ന് പറയാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ. പുള്ളി ഒറ്റ ഏറാണ്. ഒക്കെ വിളിച്ച് ഈ കുട്ടിയെ എന്താ വൈകിട്ട് തന്നെ ഇത് പഠിപ്പിക്കണം. ഇതങ്ങനെ മധുസാറിന് ഒരിക്കലും ഇങ്ങനെ വരില്ല, ഇങ്ങനെ വരുള്ളൂ. മധുസാറിന് ചെണ്ട പഠിപ്പിക്കാനല്ലോ. അങ്ങനെ ഗസ്റ്റ് ഹൗസിൽ, ആലുവ ഗസ്റ്റ് ഹൗസിലാണ് സന്ധ്യ. ഇപ്പം എൻ്റെ റൂമിലുണ്ട് എലത്താളം പഠിപ്പിക്കുന്ന ഒരാളുണ്ട്, മധുസാറിന് ചെണ്ട പഠിപ്പിക്കുന്ന വേറെ ആളുണ്ട്. ഒരു 6 മണിക്ക് അയാൾ കയറി വിട്ട് ഒരു 6-6 ആയപ്പോൾ തന്നെ അയ്യോ എന്നും പറഞ്ഞ് ഇയാൾ ഓടുന്നുണ്ട്. നീ ചെണ്ട പഠിപ്പിക്കുമെന്നത് ചീത്ത ഞാൻ പറഞ്ഞ ഇയാൾ ആ ചെണ്ടക്കാരൻ ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ല. ആ വഴിക്ക് പോയത് അല്ല. ഇപ്പോൾ മറ്റുള്ളവരൊക്കെ നമുക്ക് ചെണ്ടക്കൊരു ഒരു താളം ഒരിക്കലും സാറിങ്ങനെ ഇങ്ങനെ വരുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ കോട്ടയം കുഞ്ഞച്ചനും മുംബൈ പോലീസ്, ഞാൻ പറഞ്ഞു എയ് ഓട്ടോ, ലേലം, പല സിനിമകളിലും നോട്ടബിൾ ആയിട്ടുള്ള പത്രം, പല ക്യാരക്ടേഴ്സ് ഉണ്ട്. നാടുവാഴികളുണ്ട്, പിന്നെ കാർണിവലിലുണ്ടായിരുന്നു, നിരവധി സിനിമകളുണ്ട്. ഈ സിനിമകളിലൊക്കെയും വർക്ക് ചെയ്ത് വരുമ്പോൾ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൂടെയും പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഒരുപാടധികം സഹപ്രവർത്തകരിൽ സംവിധായകരിൽ ആരൊക്കെയാണ് ഒരു പക്ഷേ പെട്ടെന്ന് മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നത്? ചുമർ സാറാണ് നമ്മുടെ റേഷൻ കാർഡ് അദ്ദേഹമായിരുന്നു. അതെ, തുടക്കം റെസ്റ്റ് ഹൗസ് അദ്ദേഹമായിരുന്നു, പിന്നെ ലങ്കാദഹനം അദ്ദേഹം. അതെ, പിന്നെ അത് കഴിഞ്ഞ് IVCC ആയി. അതന്ന് സംവിധായകനായിട്ടില്ല, ആർട്ട് ഡയറക്ടറാണ്. കുളമ്പക്കം ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടി പോകാത്ത ഒരു ആർട്ടിസ്റ്റ് കാണത്തില്ല. അന്ന് തമിഴ് മലയാളമൊക്കെ പോകും, അതിൻ്റെ വണ്ടി കൂടിയൊക്കെ പോകുന്ന അതിൻ്റെ മുകളിൽ കൂടിയാണ്. അപ്പം അന്ന് ഒരു സീൻ അഭിനയിച്ചാൽ പ്രീവ്യൂ ഷോ ഇടും. അപ്പോൾ ഇത് കാണാനൊരാഗ്രഹം. ഒരു സീനായാലും ചിലപ്പോൾ കൈമാത്രം ഉണ്ടാവുള്ളൂ. ഞാനുണ്ട്, രാഘവനുണ്ട്, നല്ല മഴ,
ഒരു ചെറിയ വീതിയോടെ കൂടി വരുമ്പോൾ ഒരു പൊക്കം കുറഞ്ഞ മനുഷ്യൻ ആ പാലത്തിൻ്റെ അടിയിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ രാഘവൻ അന്നും ഗാന്ധിയനാണ്. അപ്പം രാഘവൻ അയാളെ കൂടെ കയറ്റാം നമ്മൾ തിയേറ്ററിൽ നമ്മളെ അറിയുന്നത്. ഞാൻ അയാളെ കൂടെ കയറ്റി അയാൾ നമ്മുടെ മൂന്നുപേരും അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നടന്ന്. അയാളാണ് പ്രസിദ്ധ സംവിധായകൻ ഐ വി ശശി സാറിന്റെ സിനിമകളിലൂടെ ആയിരിക്കണം കമൽഹാസൻ സാറുമായിട്ടുള്ള സൗഹൃദം രൂപപ്പെട്ടത് അല്ലേ? അതെങ്ങനെയാണ് ആ ഒരു കൂട്ടായ്മയെ കുറിച്ച് പെട്ടെന്ന്? മിക്ക കുറച്ച് 3-4 പടങ്ങൾ ഞങ്ങൾ ഒന്നിച്ചഭിനയിച്ച് സന്ധ്യ കഴിഞ്ഞാൽ പ്രകടനങ്ങളാണ് ഞങ്ങൾ രണ്ടുപേരും. അങ്ങനെ ഓരോരുത്തർ ഓരോ കോമഡിയും കാര്യങ്ങളും മറ്റേ കാരണം അവനൊന്ന് കാണിക്കും ഞാനൊന്ന് കാണിക്കും അങ്ങനെയായിരുന്നു. അങ്ങനെ പിന്നെ വളരെ ആ ഒരു പുള്ളി വളരെ ഫ്രീ ആയിരുന്നു അന്ന്. അന്നല്ല അന്നും ഇപ്പോഴും അത് എന്നോട് കിട്ടും. മറ്റുള്ളവരുടെ എന്താ പറയുക ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് പുള്ളി. പിന്നീട് കമ്മ്യൂണിക്കേഷൻ എൻ്റെ മകളുടെ കല്യാണം വന്നപ്പോൾ ഞാൻ അപ്പോൾ ഇയാൾ ഞാൻ കല്യാണം കഴിച്ചപ്പോൾ എനിക്കൊരു കാർഡ് അയച്ചു. ഐ സ്റ്റിൽ ബാച്ചലർ എന്ന് പറഞ്ഞ് ബായ് എന്ന് പറഞ്ഞ ഞാൻ ആ കാർഡ് വെച്ചിരുന്നു. എൻ്റെ മകളുടെ കല്യാണം വന്നപ്പോൾ ഞാൻ വിളിക്കാൻ പോയി അദ്ദേഹത്തിൻ്റെ ഓഫീസ് അമ്മ ഓഫീസിൽ പോയി ഞാനിത് കൊടുത്ത് എടേ നീ ഇപ്പോൾ എൻ്റെ കാർഡ് വെച്ചെടുക്കാം. ഞാൻ പറഞ്ഞു ഇത്രയും വലിയൊരു മനുഷ്യൻ്റെ പടത്തിൽ കാർഡൊക്കെ കളയാമെന്ന് പറഞ്ഞാൽ അത് ഇഷ്ടമില്ല. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു പടം എടുക്കാൻ പോകുന്നത് മന്മഥൻ അമ്പു എന്നാണ് ആ പടത്തിൻ്റെ പേര്. നിനക്ക് അഭിനയിക്കാൻ പറ്റും. അത് കുറച്ച് വിദേശ രാജ്യങ്ങളൊക്കെ 1-2 മാസം വേണ്ടി നമുക്ക് കാശ് കൊടുക്കാതെ പറഞ്ഞ സ്ഥലങ്ങൾ കാണാൻ പറ്റും. കുഞ്ചൻ ചേട്ടൻ ഈ കാലം മാറുന്നതിൻ്റെ ഒരു സാക്ഷിയാണല്ലോ. ഇപ്പം നമ്മുടെ കേരളീയ ജീവിതത്തിലും അല്ലെങ്കിൽ കലാമേഖലയിലും ചലച്ചിത്ര വേദിയിലുമൊക്കെ കാലാനുസൃതമായിട്ടുണ്ടാകുന്ന എല്ലാ നല്ല മാറ്റങ്ങളും നമ്മൾ ഉൾക്കൊള്ളുക തന്നെ വേണം. അതേസമയം തന്നെ വ്യക്തിബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ, സ്നേഹ സൗഹൃദങ്ങളിലൊക്കെ ഈ പുതിയ കാലത്ത് വന്നിട്ടുള്ള മാറ്റങ്ങളുണ്ടല്ലോ. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പം ബന്ധങ്ങളില്ല. പുതിയ ആധുനിക സംഭവങ്ങൾ പറഞ്ഞ സിനിമയ്ക്കകത്ത് തന്നെ പണ്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിലായിരുന്നു ഞങ്ങളെല്ലാവരും. ഇവൻ നസീർ സാറ് ഇപ്പോൾ കാരവൻ സംസ്കാരമായില്ല. അത് കാലഘട്ടത്തിൻ്റെ വ്യത്യാസം. ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റാകുമ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കും. ഇതാകുമ്പോൾ തനിമയായിപ്പോവും, തനിച്ചായിപ്പോവും. നല്ലൊരു കാരിയറാണ്. ആ കാരിയർ അതിനകത്ത് പോവും. പിന്നെ കൂടുതൽ അടുപ്പം ഞാൻ മമ്മൂട്ടിയായിരുന്നു. സുഹൃത്ത് ബന്ധമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടാണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ കൂട്ടുകാരൻ്റെ മകളാണ് ഈ സുലു എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ബന്ധമാണ്. പിന്നെ അവളെ എനിക്ക് കുഞ്ഞുനാൾ മുതൽ അറിയുന്നത്. പിന്നെ ഇദ്ദേഹം ഞാൻ ചെല്ലുമ്പം അന്നൊരു പടത്തിന് വരുമ്പോൾ വിശ്വംഭരൻ്റെ പടം സ്കൂട്ടറിനാണ് വരുന്നത്. അങ്ങനെ പരിചയപ്പെട്ട് എൻ്റെ കല്യാണത്തിന് ഒരു 10,000 രൂപ ഞാനിങ്ങനെ ഒരു വിജയവാഹിനി സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഞാൻ വേറൊരു പടത്തിൻ്റെ ഷൂട്ടിങ് നടക്കും, പുള്ളി വേറൊരു പടത്തിൻ്റെ ഷൂട്ടിങ് വന്നിരിക്കും. അപ്പോൾ പുള്ളി സൈക്കിളായിട്ട് അതിനകത്ത് നടക്കുന്നുണ്ട്. പുള്ളിയായിട്ട് ഇങ്ങനെ പരിചയപ്പെട്ടു അവിടെ വെച്ച്. അതെന്താ ഞാൻ ഇങ്ങനെ കല്യാണമൊക്കെ എടുത്ത് പല കമ്പനിയിലും കയറി ഇറങ്ങേണ്ട 5,000 രൂപ എന്നാൽ കുറച്ച് 5,000 രൂപ 3,000 രൂപ ഒക്കെ തരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഒരു 10,000 രൂപ പുള്ളി ഒരു കാരണത്തിട്ട് അന്ന് വലിയ പരിചയമൊന്നുമില്ല. ഇത് കയ്യിലിരിക്കട്ടെ കല്യാണമൊക്കെ അല്ലേ. ഞാൻ 3 മാസം കഴിഞ്ഞ് തിരിച്ചു കൊടുത്തു. അങ്ങനെ ആ ഒരു ബന്ധം അവിടെ നിന്ന് വളർന്ന് എന്താ അവർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അംഗം പോലെ ഞാനും എൻ്റെ വീട്ടിൽ അംഗം പോലെ പിന്നെ നല്ല അയൽക്കാരായി. അല്ലേ? നമ്മളിപ്പോൾ ഇരിക്കുന്ന വീടിന് തൊട്ടടുത്താണ് നമുക്ക്. ആ വീട് ഞാനാണ് വാങ്ങിച്ചു കൊടുത്തത്. പിന്നെ ദുൽഖറിന്റെ ആദ്യ സിനിമയിൽ കുഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അല്ലേ വിനീത് ശ്രീനിവാസൻ സൈക്കിൾ അതിലും നമ്മളുണ്ട്. ഞാൻ പറയാം ഇനി ഞങ്ങളുടെ സന്തോഷം രമേശ് പിഷാരടിയോടൊപ്പം എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ച സിനിമകൾ പഞ്ചവർണ്ണത്തെ ഗാരകങ്ങൾ. അത് പിന്നെ ഞാൻ അതല്ല ഇതൊക്കെ ദൈവാധീനം. മാത്രമല്ല നമ്മൾക്ക് നമ്മുടെ കയ്യിലല്ല. ഒരു നിമിത്തം സമയം അങ്ങനെ പോകുന്നു. അപ്പോൾ ഇനി മക്കള് അവരുടേതായിട്ടുള്ളൊരു സ്കിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവരും ഒരു സന്തോഷകരമായിട്ടുള്ളൊരു ലൈഫ് ലെവലിലേക്ക് എത്തി. വലിയ സൗഭാഗ്യം നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ നന്നാകുക, നല്ല മക്കളെ കിട്ടുക. അതിൽ എൻ്റെ മൂത്ത മോൾ അവൾ ലണ്ടനിൽ പോയി എയർസെൽ മേക്കൊക്കെ ഇപ്പോൾ പഠിച്ചിട്ട് ശോഭ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. സെക്കൻഡ് വൺ അവളും ഫാഷൻ കമ്മ്യൂണിക്കേഷൻ പഠിച്ചിട്ട് ഹൈദരാബാദാണ് അവൾ പഠിച്ചത്. അങ്ങനെ അവിടെ പിന്നെ നീതാംബാനിയുടെ പേഴ്സണൽ സ്റ്റൈലിസ്റ്റായിട്ട് മാറി. പിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം അവൾ ഇൻഡിപെൻഡൻ്റായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇവിടെ ഒരു ചെറിയ യൂണിറ്റൊക്കെ ഉണ്ട്. ഐ മീൻ ടൈലറിങ് യൂണിറ്റൊക്കെ ഉണ്ട്. ഇവിടെ ഒരു സ്റ്റൈലിഷ് ഡ്രസ്സുകളൊക്കെ ആവശ്യക്കാർക്ക് എടുത്ത് വെച്ച് കൊടുക്കുക. അങ്ങനെയുള്ള പരിപാടിയിലൊക്കെ ദുബായിലാണ് അവൾ. അതൊക്കെ എല്ലാ മാസവും വരും, എന്നെ കാണാൻ വരും. നമ്മൾ മലയാള സിനിമയിലെ ചിലരുടെ വിയോഗം, ഇപ്പോൾ ഞാൻ വിജയശ്രീ എന്നൊരു നായിക ചെറിയ പ്രായത്തിൽ പോയാണ്, സിൽക്ക് സ്മിത. അതെ, ഇനിയും എത്രയോ സിനിമകൾ അഭിനയിക്കേണ്ടിരുന്ന ആളായിരുന്നു. പിന്നെ കുഞ്ചൻ ചേട്ടവരൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ചിലരുടെയൊക്കെ വിയോഗം
നമുക്ക് വല്ലാത്തൊരു നഷ്ടസ്മരണയായി മാറില്ലേ? നമ്മുടെ നമുക്ക് ഏറ്റവും ആവശ്യപ്പെട്ടവരാണ് നമ്മളെ വിട്ടു പോയിരിക്കുന്നത്. നെടുമുടി വേണു ഒരുപാട് സ്നേഹിക്കുന്നവർ, പിന്നെ എത്രയോ പേര് ഇവരൊക്കെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നസെൻ്റ് അവന് ഒരാഴ്ചക്ക് മുമ്പ് എന്നെ വിടാൻ നീ വാടാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചാൽ നീ ഭാര്യയായിട്ട് വാടാ വീട്ടിൽ ഇതിൽ പോകുമ്പോൾ ഞാൻ പറയാം. ഈ ഒരു വ്യക്തിത്വം നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകൾ പോകുമ്പോൾ മാത്രമുള്ളൊരു വേദന സഹിക്കുന്നത്. ഞാൻ പൊട്ടിക്കറിഞ്ഞാണ് ഇന്നസെൻ്റ് നമ്മൾ കരഞ്ഞു. കാരണം അത്ര അടുപ്പ് വരും, സ്വാർത്ഥതകളില്ലാത്ത സ്നേഹം പരസ്പരം അത്രയുള്ളൂ. അതിൽ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ നമ്മുടെ സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് പണത്തേക്കാൾ വലിയ സമ്പാദ്യം. റയറായിട്ട് ചില സുഹൃത്തുക്കൾ അത് അവർ വിട്ടുപോകുമ്പോൾ രാത്രി കിടന്നുറങ്ങാനൊക്കെ ഇല്ലേ, ഇത് ആലോചിച്ച ആവശ്യമില്ല. നമ്മുടെ കണ്ണിൽ നിന്നറിയാതെ എനിക്ക് വെള്ളം വന്നിട്ടുണ്ട്. ഇന്നസെൻ്റ്, പപ്പുവേട്ടൻ എത്ര വിശേഷിച്ച എല്ലാ പടങ്ങളും ഞങ്ങളുണ്ടാവും. എത്രയോ പേര് അല്ലേ. കുഞ്ചൻ ചേട്ടൻ്റെ ഏറ്റവും ഒരു ആത്മസൗഹൃദം മണിയമ്പിള രാജുചേട്ടനാണ്. അയ്യോ, കാരണം രാജുചേട്ടനോട് എപ്പോൾ സംസാരിക്കുമ്പോഴും രാജുചേട്ടൻ കുഞ്ചൻ ചേട്ടനോട് ഉണ്ടാവില്ല, അപ്പോഴും കുഞ്ചൻ ചേട്ടനെ കുറിച്ച് പറയും കുറേ നല്ല കാര്യങ്ങൾ. അത് ഞാൻ ഒരു സഹോദര ബന്ധം. ഞങ്ങൾ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതലുള്ള ബന്ധങ്ങളാണ്. എവിടെ പോയാലും എൻ്റെ കാര്യം പറയും, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഞാനും പറയും. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളെല്ലാം എല്ലാ പടങ്ങളും അഭിനയിച്ചിട്ടുണ്ട്. ഒരു സീനെങ്കിലും ഉണ്ടാവും. എല്ലാം നല്ല ഏവോട്ടോ. പിന്നെ അതല്ലേ ഞങ്ങൾ റൂമിലായിരുന്നു താമസം. അപ്പോൾ എവിടെ പോയാലും ഷൂട്ടിങ്ങിന് പോയാലും ഒരു റൂമിൽ താമസിക്കും. ആ ബന്ധം ഞങ്ങൾ മാത്രമല്ല, കുടുംബ ബന്ധങ്ങളുണ്ട്. ഭാരതൻ സാർ, പത്മരാജൻ സാർ, പവിത്രൻ സാർ, ബാലു മഹേന്ദ്ര സാർ എന്നൊക്കെ പറയുന്നവരുടെ അവരുടെ ഒരു കൂട്ടായ്മയിലും ആ ബുദ്ധിജീവികളുടെ ബുദ്ധിയില്ലാത്തവരുണ്ടായില്ല. അങ്ങനെയൊക്കെ അവരതല്ല എല്ലാവരും സഹായം. അത് പടങ്ങൾ ഒരു വർഷം കഴിഞ്ഞാൽ ഒരു പറഞ്ഞല്ലോ മഴയെ കാത്തിരിക്കുന്ന വേഴാമല്ല പടം കഴിഞ്ഞാൽ പിന്നെ ഒരു 6 മാസം ഒരു മാസം വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഒരു സൗഹൃദം ഉണ്ടല്ലോ, എല്ലാവരും കൂടെ കൂടുമ്പം ഇവരെല്ലാവരും കൂടെ കൂടും. അപ്പോൾ അന്നവിടെ മദ്യമില്ല മദ്രാസിൽ. മദ്യം വന്ന് അവിടെ പാടില്ല, അവിടെ എന്തോ ഒരു വിലക്ക്. അപ്പം ഞാൻ പിന്നെ മദ്രാസിലുള്ള മിലിറ്ററി പട്ടാളക്കാരുടെ ഇടയിൽ പോയിട്ട് ഇത്തിരി എൻ്റെ കഴിയുന്ന ചില വടിപ്പുകളൊക്കെ കാണിച്ചിട്ട് അവർ 80 രൂപയും തരും, ഒരു കുപ്പി റമ്പം തരും. ഇവിടെ ഒരു ഉത്സവത്തിൻ്റെ ആളുണ്ടാവും, കേട്ട് വരും. അപ്പം ഞാൻ വരുമ്പോൾ ബീഫ് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ വാങ്ങിച്ചിട്ട് വരും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു 250 രൂപ കൊടുത്തിട്ട് ഒരു വീട് വാടക കിട്ടും. ഞാനും ഭരതനും സുധീർ എല്ലാം കൂടി. അപ്പോൾ വൈകിട്ടുള്ള എല്ലാവരും കൂടി കൂടി പാചകം എല്ലാം ഉണ്ട്. ഇത് കൊണ്ടുവന്ന് ഞങ്ങൾ വേവിക്കും. ഞാൻ പറഞ്ഞില്ല, അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്റ്റവ് ഉണ്ട്, അതിൻ്റെ ഒരു സൈഡേ കത്തും, ഒരു സൈഡിൽ മണ്ണെണ്ണ പുകയായിരിക്കും. അപ്പോൾ ഇതിനോടൊരു ആക്രാന്തം കൊണ്ട് ഈ ബീഫ് വേഗുന്നതിന് പോലെ അങ്ങനെ ഞാൻ പറയാം. അന്ന് അത്രയും ബന്ധങ്ങളാണ്. മാത്രമല്ല അന്ന് ഭക്ഷണത്തോടുള്ള കൊതിയും കുറെ പരിമിതികളുണ്ട് ജീവിതത്തിൽ. ഇതിനല്ല വായിക്കാനുണ്ടായാലും കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കാശുണ്ടായില്ല. അപ്പോൾ രാവിലെ എഴുന്നേക്കില്ല, പിന്നെ ഒരു ചോറ് വാങ്ങിച്ചാൽ 4 രൂപ കഴിക്കും. അതായത് നോക്ക്, കുഞ്ഞുചേട്ടൻ്റെ ജീവിതം ഏറ്റവും ധന്യമാവുന്നത് എനിക്ക് തോന്നി 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, കഠിനാധ്വാനത്തിലൂടെ കഷ്ടപ്പാടിലൂടെ തന്നെ സ്വന്തമായിട്ടുള്ള പരിശ്രമത്തിലൂടെ ആണ് ഇന്ന് ഈ ഒരു ജീവിത സാഹചര്യത്തിൽ എത്തിയത്. ഇന്നത് സമ്പന്നമാണ്, മനോഹരമാണ്, എല്ലാം കൊണ്ടും സന്തോഷമുള്ളതാണ്. അതൊരു വലിയ ഒരു എഫർട്ട് ഉണ്ട്. ഇതൊക്കെ ദൈവാധീനം, നമ്മൾ ചെയ്യുന്ന കർമ്മം ധർമ്മത്തിലൂടെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ മറ്റുള്ളവരായിട്ട് ജീവിക്കരുത്. ഞാനായിട്ട് ജീവിക്കാൻ പഠിക്കുക. 5 രൂപ ഉണ്ടെങ്കിൽ ഓക്കെ, 4 രൂപ നീ അടിച്ചു പൊളിച്ചോ, 1 രൂപ നീ സമ്പാദിക്കാൻ പഠിക്കലാണെങ്കിൽ ജീവിതം നിലനിർത്തുന്നത്. നമ്മളെ മറ്റുള്ളവരെ കണ്ട് 5 രൂപയുടെ കടം വാങ്ങിച്ചപ്പോഴാണ് നിവൃത്തിയില്ല. അതുകൊണ്ട് ഒന്നും അറിയാൻ പാടുള്ളത് കുഞ്ഞുങ്ങളെ നമ്മൾ ഇത്തിരി വിഷമം വാങ്ങിച്ചു എല്ലാം കൂടെ കലകി ഒഴുകുകയും ചെയ്യും. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മളായിട്ട് ജയിച്ചാൽ മതി. ഒരു കാര്യം കൂടെ എനിക്ക് കുഞ്ഞുചേട്ടൻ്റെ കാര്യത്തിൽ വളരെ പോസിറ്റിവിറ്റി തോന്നുന്നു. ഇന്ന് ഈ പുതിയ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ ഈ പല ആർട്ടിസ്റ്റുകളുടെയും വീഡിയോസിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഇൻ്റർവ്യൂസ്, അവരുടെ പെർഫോമൻസിന് താഴെ കുറേ പേര് നല്ലതും ചിലരൊക്കെ അത്ര നല്ലതല്ലാത്ത കമന്റുകളിടും. കുഞ്ചൻ ചേട്ടൻ്റെ ഒരു വീഡിയോ എടുത്താൽ കുഞ്ചൻ ചേട്ടനെ കുറിച്ച് കുറ്റം ഒരാൾ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ലേ. ഞാൻ കുറ്റവിമുക്തനാണ്. നല്ലത് പറയാറുണ്ട്. അതല്ലേ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം. നല്ലതെന്ന് പറയിപ്പിക്കാൻ വലിയ പാടുമാണ്. ചീത്തെന്ന് പറയാൻ പെട്ടെന്ന് പറയാം. അല്ല, ഈ ഒരു കാലഘട്ടത്തൊക്കെ എങ്ങനെയും പോകാം. ദൈവാധീനം കൊണ്ട് എല്ലാവരും പ്രാർത്ഥന ഉണ്ടാക്കി നമ്മളെങ്ങനെ പോകുന്നു. ആ ഹാപ്പി ജേണി തുടരട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു.